സിമ്പിൾ പക്കോട നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് 400 ഗ്രാം അളവിൽ കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അല്ലിയൊക്കെ അടർത്തിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു 2 മിനിറ്റ് കുക്കാക്കിയിട്ട് വെള്ളം വാരാൻ വെച്ചതായിരുന്നു. ഇനി വലിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 കപ്പ് അളവിൽ കടലമാവ് മാറ്റി വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും 1/4 കപ്പ് അളവിൽ കോൺഫ്ലവറും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടി ആയിട്ടുള്ളത് മുളക് പൊടിയാണ്. അത് 1 ടീസ്പൂൺ അളവിലെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ച 1/2 കപ്പ് അളവിൽ കടലമാവും 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും 1/4 കപ്പ് അളവിൽ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച് കനം കുറഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളി അരിയേണ്ടത്. അങ്ങനെ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ഒന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചില പൊടിക്ക് കുറേ കൂടുതൽ വെള്ളം വേണ്ടി വരും, ചെറിയ പൊടിക്ക് കുറവ് വെള്ളം വേണ്ടി വരും. അതിനനുസരിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. എനിക്കിവിടെ 1 കപ്പ് അളവിൽ വെള്ളം എടുത്തതിൽ നിന്നും 3/4 കപ്പ് അളവിൽ വെള്ളം മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. 240 ml കപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ടീസ്പൂണിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വീണ് ഈ ഒരു രീതിയിൽ കിട്ടിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വെള്ളം മൊത്തമായിട്ട് പോയ കോളിഫ്ലവർ അല്ലികൾ ഇട്ട് കൊടുക്കുക. വെള്ളം ഒട്ടും ഉണ്ടാവരുത്. വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കോട്ടിങ്ങിൽ വെള്ളം കൂടിയിട്ട് കോളിഫ്ലവറിൽ പിടിക്കാതാവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെക്കണവരാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ എണ്ണയിൽ കോട്ടിംഗ് ഒന്നും പോവാതെ നല്ല രീതിയിൽ കിട്ടുന്നൊരു അടിപൊളി പക്കോടയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള പക്കോടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഏത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ചൂടാവണം. എണ്ണ ചൂടാവണതിൻ്റെ മുന്നേ ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരിക്കലും തിളച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആ സമയത്താണ് ഇതിലേക്ക് കോളിഫ്ലവർ ഓരോ അല്ലിയായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ അങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഇളകുന്നതിനനുസരിച്ച് അടർന്ന് പോരും. ഇത് ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളാണല്ലോ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിന് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. അങ്ങനെ മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു ഭാഗം നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഏത് പൊരിക്കടിയാണെങ്കിലും ഒരു ഭാഗം നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രമാണ് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ് ഇളകി പോരും കേട്ടോ. അപ്പോൾ ഇവിടെ കോട്ടിംഗ് ഒന്നും ഇളകി പോന്നിട്ടില്ല. ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോളിഫ്ലവർ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എരിവൊന്നും ഒട്ടും കൂടുതലില്ലാത്തൊരു പക്കോടയാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിതാ ഒരു ഭാഗം നന്നായിട്ട് കുക്കായതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കോട്ടിംഗ് ഒന്നും പോരാത്ത കോളിഫ്ലവർ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഞാനിങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പക്കോട ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.